ഹലോ വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഖാദി ബോർഡ് LDC എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു അല്ലേ. ഒക്ടോബർ 14-ാം തീയതിയാണെന്ന് നമുക്കറിയാം. പല കുട്ടികളുടെയും സംശയമാണ് എത്ര ഫേസിലാണ് പരീക്ഷ നടക്കുന്നത്, എന്നൊക്കെയാണ് വേറെ ഫേസുകൾ, എനിക്ക് ഹോൾ ടിക്കറ്റ് വന്നില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പോഴും ചോദിക്കുന്ന കുട്ടികളുണ്ട്, ലാബ് അറ്റൻഡറുടെ സിലബസ് ഇടാമോ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ എടുത്തിടാമോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒക്ടോബർ 14 നടക്കുന്ന പ്രിലിംസ് എഴുതാൻ പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ ആ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളും ഉറപ്പായിട്ട് വീഡിയോ കാണുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ഡൗട്ടും ഈ വീഡിയോയിൽ ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. സോ ഒക്ടോബർ 14-ാം തീയതി, അതായത് ഈ വരുന്ന സെക്കൻഡ് സാറ്റർഡേ നടക്കാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നത് 10th പ്രിലിംസ് പരീക്ഷയാണ് കേട്ടോ. 10th പ്രിലിംസ് പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ LDC ഖാദി ബോർഡും അതുപോലെ തന്നെ ലാബ് അറ്റൻഡർ, തിയേറ്റർ അസിസ്റ്റന്റ് മുതലായ ഒരുപാട് പോസ്റ്റുകളുടെ ഒരുമിച്ചുള്ള പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോഴും എനിക്ക് കമൻസിൽ കുറേ ഡൗട്ടുകൾ ചോദിച്ച് കാണാറുണ്ട്. അതായത് കുറേ പോസ്റ്റുകളുടെ ഒരുമിച്ചാണോ നടത്തുന്നത്, അതോ വേറെ വേറെ പരീക്ഷയായിട്ടാണോ നടത്തുന്നത്, വേറെ വേറെ ചോദ്യപേപ്പറാണോ, അങ്ങനെയൊക്കെ വരാറുണ്ട്. അല്ല കേട്ടോ, എല്ലാവർക്കും ഒരേ ഒരു പരീക്ഷയാണ് നടത്തുന്നത്, ഒരേ ഒരു ചോദ്യപേപ്പറും ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു എക്സാം നടത്തിയതിന് ശേഷം നമ്മുടെ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മെയിൻസ് പരീക്ഷ ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് നടത്തുകയാണ് ചെയ്യുക. പ്രിലിംസ് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരേ ചോദ്യപേപ്പറും ഒരേ പരീക്ഷയുമായിരിക്കും. ഖാദി ബോർഡിന് അപ്ലൈ ചെയ്തവരായിക്കോട്ടെ അല്ലെങ്കിൽ തിയേറ്റർ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ ലാബ് അറ്റൻഡർ ആയിക്കോട്ടെ, ഏത് പോസ്റ്റ് ആയാലും നിങ്ങൾ എഴുതാൻ പോകുന്നത് ഈ ഒരേ ഒരു പരീക്ഷ തന്നെയാണ് കേട്ടോ. അതിനുശേഷം പ്രിലിംസ് റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോരോ പരീക്ഷയായിട്ടായിരിക്കും പിന്നെ നടത്തുന്നത് മെയിൻസ് എക്സാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒക്ടോബർ 14-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ ഹോൾ ടിക്കറ്റ് 29-ാം തീയതി വരേണ്ടതായിരുന്നു. പക്ഷെ അത് വന്നത് നമ്മുടെ ഒക്ടോബർ 3-ാം തീയതിയാണ് വന്നത്. കുറേ അവധിയൊക്കെ വന്നതുകൊണ്ടാവാം കേട്ടോ. അപ്പോൾ ഒക്ടോബർ 3-ാം തീയതി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഒക്ടോബർ 14-ാം തീയതിയാണ്. ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. മൊത്തത്തിൽ 4 ഫേസ് ആയിട്ടാണ് ഈ പരീക്ഷ നടത്തുന്നത്. ഒന്നാമത്തെ ഫേസ് ഒക്ടോബർ 14-ാം തീയതിയാണ് നടക്കുന്നത്. രണ്ടാമത്തെ ഫേസിന് നവംബറിലാണ് കേട്ടോ. നവംബർ 11-ാം തീയതിയാണ് രണ്ടാമത്തെ ഫേസ് നടക്കാൻ പോകുന്നത്. നവംബർ 25-ാം തീയതി മൂന്നാമത്തെ ഫേസും ഡിസംബർ 9-ാം തീയതി നാലാമത്തെ ഫേസും. ഇങ്ങനെയാണ് 4 ഫേസുകളുടെ ഡേറ്റ് PSC ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഒക്ടോബർ 29-ാം തീയതി നമ്മുടെ കോഴിക്കോടിൻ്റെ മാറ്റിവെച്ച LGS പരീക്ഷയും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് നമുക്ക് ഈ വരുന്ന 2 മാസങ്ങളിൽ നടക്കാനുള്ളത്. അപ്പോൾ ഡിസംബർ 9-ാം തീയതിയോടുകൂടി നമ്മുടെ ഈ ഒരു LDC ഖാദി ബോർഡ് പരീക്ഷയുടെ ഷെഡ്യൂൾ അവസാനിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടുപുറകെ ഡിസംബർ 12-ാം തീയതി ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ പരീക്ഷയും നടക്കാൻ പോകുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പം ഈ ഖാദി ബോർഡ് എക്സാമും അതുപോലെ തന്നെ തിയേറ്റർ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ ലാബ് അറ്റൻഡർ ആയിക്കോട്ടെ, ഇത് പോസ്റ്റുകളെല്ലാം ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം. ഇവർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു ഒരേ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്, ഒരേ സിലബസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. 10th പ്രിലിമിനറിയും സിലബസ് എടുത്ത് വെച്ച് പഠിക്കുക. നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെയും ഒക്കെ സെയിം സിലബസ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അത് പഠിച്ച കുട്ടികളാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി പഠിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് 100 മാർക്കിൻ്റെ പരീക്ഷയാണുള്ളത്. 60 മാർക്ക് വരാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ GK പാർട്ടും, നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് അതെല്ലാം കൂടെ ചേർത്താണ് നമുക്ക് 60 മാർക്ക്. ബാക്കിയുള്ള 40 മാർക്കിൽ 20 മാർക്ക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിനും അതുപോലെ തന്നെ 20 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സയൻസിനുമാണ്. അപ്പോൾ മാത്സ് ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 20 മാർക്കും സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 20 മാർക്കുമാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സയൻസും മാത്സും ഫുള്ള് സ്കോർ ചെയ്യാൻ സാധ്യതത്തിന് 40 മാർക്ക് നമുക്ക് അവിടെ സേഫ് ആക്കാൻ പറ്റും. പിന്നീടുള്ള ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും മിനിമം 40 മാർക്കെങ്കിലും നമുക്ക് വാങ്ങണം കേട്ടോ. എങ്കിലും നമുക്ക് കട്ട് ഓഫ് ക്രോസ് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ തന്നെ വേക്കൻസികൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എയിം എന്ന് പറയുന്നത് 80-ന് മുകളിൽ മാർക്ക് വാങ്ങണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം പരീക്ഷയെ അപ്രോച്ച് ചെയ്യുക. പിന്നെ ബാക്കിയെല്ലാം PSCയുടെയും ദൈവത്തിൻ്റെയും കയ്യിലാണ് കേട്ടോ. കട്ട് ഓഫ് ഒക്കെ അവർ തീരുമാനിച്ചോളൂ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ട. പഠിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇനി ഒക്ടോബർ 14-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ചെയ്യേണ്ടത് മാക്സിമം ചോദ്യപേപ്പറുകൾ ചെയ്യുക കേട്ടോ. ചോദ്യപേപ്പറുകൾ ചെയ്ത് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമുക്കിനി വളരെ കുറച്ച് സമയമുള്ളൂ അല്ലേ. അടുത്ത ശനിയാഴ്ചയാണ് പരീക്ഷ എന്ന് പറയുന്നത്. വളരെ കുറച്ച് സമയമേ നമ്മുടെ കയ്യിലുള്ളൂ. സോ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. അതിൻ്റെ കുറേ 10th പ്രിലിംസിൻ്റെ ചോദ്യപേപ്പറുകൾ സോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഞാനൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ കയറിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വെറുതെ ഡൗൺലോഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫ്രീലി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അത് മാത്സും റീസണിങ്ങും അല്ലെങ്കിൽ ഇത് മാത്രമല്ല പഠിക്കേണ്ടത്, ഫുൾ എല്ലാം ഒന്നാമത്തെ ചോദ്യം മുതൽ 100ാമത്തെ ചോദ്യം വരെ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള LD പരീക്ഷകളെ പോലെ ഇതിനകത്ത് ഇംഗ്ലീഷോ അതുപോലെ തന്നെ മലയാളമോ ലാംഗ്വേജോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത അവിടെ കുറയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ലാംഗ്വേജിനും അതുപോലെ മാത്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു
50-ന് മുകളിലേക്ക് മാർക്ക് നമ്മുടെ എത്തിക്കാൻ സാധിക്കുമായിരുന്നു ബാക്കിയുള്ള LD പരീക്ഷയ്ക്കൊക്കെ. പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല. ഇവിടെ നമ്മൾ GK പാർട്ട് പഠിക്കാതെ ഒരു കാരണവശാലും നമുക്ക് മുകളിലോട്ട് കയറാൻ സാധിക്കില്ല കേട്ടോ. സോ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ ഏതാണെന്നൊക്കെ ചോദിച്ച് നമുക്ക് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ നമുക്ക് സ്പെസിഫൈ ചെയ്തൊന്നും പറയാൻ സാധിക്കില്ല. കാരണം മാത്സിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 20 മാർക്ക് എന്ന് പറയുന്നത് അവർ തന്നിരിക്കുന്ന ഒരു 16 ടോപ്പിക്കാണ് തന്നിരിക്കുന്നത്. ആ 16 ടോപ്പിക്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട കുറച്ച് പോർഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സ്ട്രെസ് കൊടുത്ത് തന്നെ പഠിക്കുക. പിന്നെ GK പാർട്ടിൽ നമുക്ക് അങ്ങനെ ഇത് തന്നെ പഠിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം തന്നെ നോക്കേണ്ട ഒരവസ്ഥയാണ് കേട്ടോ നിലവിലുള്ളത്. പിന്നെ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ധാരണ കിട്ടും ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് അനുബന്ധപ്പെട്ട മേഖലകൾ പഠിച്ചാൽ നമുക്ക് അടുത്ത സ്റ്റേജിലുള്ളവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സ്റ്റേജ് 1 എന്തായാലും ഏകദേശം പറ്റാവുന്ന അത്രയും തന്നെ നോക്കിയിട്ട് പോയി തന്നെ പരീക്ഷ എഴുതുക. സ്റ്റേജ് 2 മുതലുള്ളവർ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അനാലിസിസ് നടത്തിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല സ്റ്റേജ് 1ഉം സ്റ്റേജ് 2 ആയിട്ട് ഏകദേശം 1 മാസത്തോളം വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും സമയം കൂടെ എക്സ്ട്രാ കിട്ടുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ സ്റ്റേജ് 1ൻ്റെ ഹോൾ ടിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങളുടെ പരീക്ഷ എന്താണെങ്കിലും നവംബറിലോ ഡിസംബറിലോ ആയിരിക്കാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ഫയർ ഒന്നും കുറയ്ക്കരുത്. മഴക്കാലം ആയതുകൊണ്ട് മഴയുടെ തണുപ്പിൽ പഠിക്കാനുള്ള ഒരു സ്പിരിറ്റും തണുത്ത് കളയരുത്. നന്നായിട്ട് തന്നെ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. നമുക്ക് എന്താണെങ്കിലും ഈ പ്രാവശ്യം പ്രിലിംസ് ലിസ്റ്റ് ക്രാക്ക് ചെയ്ത് മെയിൻസും ക്രാക്ക് ചെയ്ത് മെയിൻ ലിസ്റ്റ് കയറിയേ പറ്റുള്ളൂ. ഓക്കെ. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ പഠിക്കുക. നത്തിങ് ഇസ് ഇമ്പോസിബിൾ എന്ന് കേട്ടിട്ടില്ലേ? ഐ ആം പോസിബിൾ എന്നാണ് ഇമ്പോസിബിളിൻ്റെ അർത്ഥം തന്നെ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.